Hello everyone, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from Movie Tudrum. Let's watch it. Let's watch it. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ശക്തമായി തുടരും. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുമാണ് മഴ മുന്നറിയിപ്പ്. ഭവേഷ് മോഹൻ അതെ ഓരോന്നൊക്കെ രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ട് യുവന്മാരൊക്കെ എവിടെയെങ്കിലും പോകും. അതെയോ? അവൻ 2 ദിവസം മുമ്പ് ഹോസ്പിറ്റൽ കേസിനോട് പോയല്ല. എടാ, പുതിയ പിള്ളേര് നമ്മുടെ കാലത്തെ പോലെ അല്ലടാ. അത് നീ ആദ്യം മനസ്സിലാക്കണടാ. പിന്നെ അവ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ വരുവാടാ. നാളെയും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലേ നമുക്കൊരു പരാതി കൊടുക്കാൻ ശേഷം. ഇപ്പോഴത്തെ പിള്ളേര് ഒരു പൊടിയൊക്കെ വലിച്ചേറ്റി എന്ത് പൊടിയാണ് സ്റ്റാർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി കീടങ്ങളൊക്കെ വലിച്ചേറ്റി ബോധമില്ലാതെ അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കും. ബോധം തെളിയുമ്പോ 3-4 ദിവസം കഴിയുമ്പോ വീട്ടിൽ വരും. ഇതൊക്കെ സ്ഥിരം ഏർപ്പാടാണ്. ഇതൊക്കെ നമ്മൾ എത്ര കാണുന്ന വെച്ചേ ഇല്ലടോ. നീ മഴ നനഞ്ഞ് നടക്കാതെ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലും. നീ ഒരു കാര്യം ചെയ്യും, ശ്യാമിനെ പോയി കൊണ്ടൊരു പരാതി എടാ, ഞങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോ നീ ഞങ്ങളുടെ കൂടെ നിന്നില്ലേ, നിനക്കൊരു ആവശ്യം വന്ന പോലീസ് കൂടെ ഉണ്ട്. എന്റെ മകൻ ഇടുക്കി മാർഷ്ലീവ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് 4ാം വർഷ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം 23/5/2024 കോളേജ് ഹോസ്റ്റലിൽ നിന്ന് സ്വന്തം ബൈക്കിൽ പൾസർ വെക്കണം. वो उसके बेटे की तो नहीं थी. Don't tell me. മോന്റെ ബൈക്ക് പോലെ തോന്നുന്നു. ഇതൊക്കെ രണ്ടും OMG, अगर जो सोच रहे सही रहेगा तो Oh no 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 no. I'm just getting that bad vibes, Yes. yaar. It was his own son. Oh my god, what is this? Look at his acting here. Oh, उसका ही ब्लड लगा था. अरे बाबा, अरे बाबा. Might be blood. Because of blood. थोड़ा उसकी खुद की स्मेल थी ना. Oh. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ?
Oh, he did not inform. Oh God. This change everything. എല്ലാരും എന്നെ പഴയ തീർത്തിരിക്ക ബെൻസ്. മനക്കെന്താ നമ്മളോട് ഇത്ര വെറുപ്പ്? പ്രതി കൂടെ കൂട്ടാൻ വന്നേക്കണേ. അന്നത്തെ പോലെ അവന്റെ കാര്യം നോക്കിയും കണ്ടും ചെയ്യണോന്ന് പറഞ്ഞല്ലടാ. ഇയാളൊന്ന് ആ ബൈക്ക് ഞാനങ്ങ് എടുത്ത് മാറ്റിയാലോ? നമ്മളെ പുണ്യാളന്റെ പാമ്പ് ഒഴുങ്ങൂലടാ. പുറത്താരോ വന്ന് നിൽക്കുന്നു നിന്നെ കാണാൻ. ആര്? ആരട ഈ രാത്രിയിലൊക്കെ നിന്നെ തിരക്കി? എന്താ ബെൻസ് ഈ സമയത്ത് മഴയത്ത്? സാറയിലെ സത്യം സാറന്മാരൊക്കെ കൂടെ അതേ പോലെ. എനിക്കൊന്നും അറിയില്ല. നിന്നോട് സാറുമാരോട് ചോദിച്ചാൽ. Okay, so it was not the guy who was. You also don't know. He's scared. He's not gonna leave them now. Start of the scene. Yeah. Start में landslide. Yeah, landslide. वो बॉडी है क्या? मुझे लग रहा है वो बॉडी है. Early morning today, leaving many dead and several gone missing. Rescue operations are in full swing, led by the police, fire force and locals. പുലർച്ചെ 1 മണിയോടുകൂടി നടന്ന ദുരന്തത്തിൽ ഒട്ടനവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. ये इधर देखो हाँ, इधर ना देखो, उन्होंने हाँ। कुछ तो. इधर था। ओ ये तो गोली का स्टार्ट ऑफ द सीन। मुझे लगता है इसको बॉडी दिखी शायद से। അഴുകിയ ഒരു മനുഷ്യ ശരീരവും കൂടി ലഭിച്ചു എന്നതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 18-നും 23-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണ് ഇതെന്നും ഏകദേശം 4 ദിവസത്തോളം പഴക്കമുണ്ടെന്നുമുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. तो बॉडी भी मिल गई।
പാടില്ല സാറേ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിസ്സിംഗ് കേസുകൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന വരെയുള്ളൂ നമുക്ക് സമയം. ഒന്ന് പോകേണ്ടി വരും. എങ്ങോട്ട്? സുമി പിള്ളേരൊക്കെ ഇവിടെ നാട്ടിലാ? നന്നായി. സുധീഷ് കാലിലാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. उसने उठा लिया उसको लगता है. मुझे लग रहा है തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് പഴക്കമുണ്ട് സാറേ. പണിയാണ്. പണിയാൻ വന്നായിരുന്നു, ഞാൻ അകത്തോട്ട് കയറ്റിയില്ല. ഇപ്പോഴാണ് പറഞ്ഞത്. മൃതദേഹം കിട്ടിയ ചാക്കിൽ നിന്നും ലഭിച്ച യൂണിഫോമിന്റെ അവശിഷ്ടങ്ങൾ കേന്ദ്രീകരിച്ചു പോലീസ് അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി സുധീഷിന്റെ വീട്ടിൽ ആരാണ്ട് വന്ന് അവനെ ഇറക്കിക്കൊണ്ടിരുന്നാണ് അവന്റെ അച്ഛൻ പറയുന്നത്. സുധീഷിന്റെ അച്ഛൻ പറഞ്ഞത് പ്രകാരം അത് ബെൻസ് ആണെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ബെൻസിന് സുധീഷിന് എന്തേ പെണ്ണാ കണ്ടോ? പോരോ പോയിരിക്കാൻ. ഈ മകൻ മിസ്സിംഗ് ആണെന്നവർക്ക് അറിവില്ലേ? അവ്യാഴം വെള്ളിയൊന്നും ചെയ്ത് ചേർക്കണം. അവന്റെ തള്ളിയും പെങ്ങളും വിചാരിച്ചേക്കുന്ന അവൻ ഹോസ്റ്റലാവാ. പിന്നെ അവൻ കിളവല്ലേ വർഷാപാടുന്ന. അയാൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് സാറെ, വാ തുറന്ന് എന്തൊക്കെ ഒന്ന് പറ. ഇതും ആട്ടിക്കൊണ്ടിരിക്കാണ്. എനിക്ക് ഒരു സമയം കൂടെ താമനി. ഇനി സമയം സംഗതി കൺഫേം ആണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു സാറേ. നമ്മുടെ മിസ്സിംഗ് കേസിലേക്ക് തന്നെ ലീഡ്. എല്ലാം കഴിഞ്ഞു സാറേ. എന്താ കുഴപ്പമായ ഞാൻ മുങ്ങിയ പൊങ്കലിടാ നമ്മൾ എന്തെങ്കിലും ബെൻസ് എവിടെ ഏട്ടാ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്താ സാറേ, എന്താ കാര്യം? ബെൻസിന്റെ മോളെ? ഹലോ, അമ്മ എവിടെ മോളെ? ഞാൻ ജോർജ് സാർ. ഇവിടുത്തെ ഈ മഴയത്ത് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയതായിരിക്കും. എത്ര നേരം മഴയത്ത് ഇങ്ങനെ കുടുങ്ങി കിടക്കും. ചേട്ടാ ആയേട്ടാ ഇവിടെ വന്നേ ചോദിക്കട്ടോ. സോറി. ബെൻസിന്റെ ആണോ ബില്ല്? അല്ല, അത് ഇവിടുത്തെ ലളിത മോളുടെയാ. പവിത്രം. എന്താ സാറേ? ചേട്ടാ, ബെൻസും ഇവിടുത്തെ ചെക്കൻ തമ്മി എങ്ങനെയാ? എന്തേലും പ്രശ്നമുണ്ടോ? അയ്യോ, എന്നാ സാറേ പ്രശ്നം? ഈ പുരക്കത്തെ ഉരുൾപൊട്ടല്ലേ, 2 ദിവസം പഴക്കമുള്ള ഒരു ബോഡി. ബോഡിയോ? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഈ വീട്ടിൽ ആരെങ്കിലും വന്ന് ബോഡി ഒന്ന് ഐഡന്റിഫൈ ചെയ്തു. ബെൻസിനെ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. കുറെ മറക്കാനുണ്ടല്ലോ അവന്. ആരാണ് തെറ്റ് ആരാണ് ശരിയെന്നൊന്നും നമുക്കറിയില്ല. പൂർത്തിയായിട്ടാ എന്നാ ശരി. क्या बंदा है यार.
Oh my So god. now we forgot the first scene completely. Yeah. Absolutely, absolutely. So due to the first scene, the body came out. Ooh, no. I think he will try to frame Benz now because he just informed Inform indirectly this at guy, the home yeah. and everything. How's the relation and all. And they were also having the argument. Remember? Argument, yeah. So I think so he will absolutely. use that to frame him. But you know, I feel very bad for him, yeah. The way he has acted, Mohanlal sir, amazing. You know वो रोना and all. मैंने I was not even expecting Expected. that उसका Oh. बेटा होगा यार. वो ये it just blow He my also took mind. that other inspector, उसको लेके गया वो. अब वही देख रहे हैं कि हाँ, he उसके will- साथ क्या क्या करेगा. करेगा नहीं, he will be devilish now. Come on. He will figure out what He happened. will now. figure out now. Okay, let's see. Let's wait for more. Let's wait what's gonna happen next. Cool, so guys, guys. meanwhile, take care. Bye bye. Bye bye.